ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബോത്ത് FIAs ആൻഡ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങി കൂട്ടിയ സ്റ്റോക്കുകളാണ്. നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. 6 മാസമായിട്ട് വിദേശികളും റീറ്റെയിലേഴ്സും ചേസ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. അത് ഏതൊക്കെ സ്റ്റോക്കുകളാണെന്ന് നോക്കാം. ടോപ്പ് ട്രെൻഡിങ് സ്റ്റോക്കുകളാണ്. അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലെയിമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കിന്റെ വാലുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന സ്റ്റോക്ക് KSH ഇന്റർനാഷണൽ. സോ ഈ സ്റ്റോക്ക് 865 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പൊ 6 മാസത്തിലെ മാത്രം റിട്ടേൺസ് 138% ആണ്. 364 റുപ്പീസിൽ നിന്ന് ഇപ്പൊ 865 റേഞ്ചിൽ വന്നിരിക്കുകയാണ്. ഇവരുടെ FIA ഹോൾഡിങ്സ് 5.05% നിന്ന് 71% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ റീറ്റെയിൽ ഇൻവെസ്റ്റ്മെന്റും ഇൻക്രീസ് ആയിരിക്കുകയാണ്. 4.83% റീറ്റെയിൽ ഹോൾഡിംഗ് 4.83 നിന്ന് 6.43% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് കൂപ്പിറ്റ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കാണ് 215 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഇതൊക്കെ തുടർന്ന് ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. 6 മാസത്തില് 135% റിട്ടേൺസ് 91 റുപ്പീസിൽ നിന്ന് ഇപ്പൊ 215 റുപ്പീസിൽ എത്തിയിരിക്കുകയാണ്. FIA ഹോൾഡിങ്സ് 1.01% നിന്ന് 4.17% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ഇവരുടെ FIA ഹോൾഡിങ്സ്. അതുപോലെ തന്നെ റീറ്റെയിൽ ഹോൾഡിംഗ് 13.81% നിന്ന് 15.06% ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. തേർഡ് സ്റ്റോക്ക് യശോ ഇൻഡസ്ട്രീസ്. യശോ ഇൻഡസ്ട്രീസ് 3011 റുപ്പീസിൽ ട്രേഡ് ചെയ്യാണ്. 6 മാസത്തിൽ മാത്രം വന്നിരിക്കുന്ന റിട്ടേൺസ് 134% ആണ്. 1289 റുപ്പീസിൽ നിന്ന് ഇപ്പൊ 3011 ആ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. അപ്പൊ FIA ഹോൾഡിങ്സ് 5.70% നിന്ന് 5.74% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ആൻഡ് റീറ്റെയിൽ ഹോൾഡിംഗ് 11.91% നിന്ന് 12.02% ഇൻക്രീസ് ആയിരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ്. എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് 411 റുപ്പീസിലാണ് കറന്റ് ട്രേഡ് ചെയ്യുന്ന. 6 മാസത്തിൽ മാത്രം വന്നിരിക്കുന്ന റിട്ടേൺസ് 134% ആണ്. അത് FIA ഹോൾഡിങ്സ് 1.49% നിന്ന് 3.61 ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പൊ 175 റുപ്പീസിൽ നിന്ന് 411 വരെയാണ് ഈ സ്റ്റോക്കിന്റെ പ്രൈസ് ചേഞ്ച് തന്നെ വന്നിരിക്കുന്നത്. പിന്നെ ഇവരുടെ റീറ്റെയിൽ ഹോൾഡിങ്സ് ഇൻക്രീസ് ആയിരിക്കുന്നത് 18.42% നിന്ന് 18.16% ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. നെക്സ്റ്റ് അഞ്ചാമത്തെ സ്റ്റോക്ക് ശില്പ മെഡിക്കെയർ. ഈ ഒരു സ്റ്റോക്കാണ്. ശില്പ മെഡിക്കെയർ 6 മാസത്തിൽ 112% റിട്ടേൺസ് ആണ് തന്നിരിക്കുന്നത്. 293 ടു 620 റുപ്പീസിൽ വന്നിരിക്കുകയാണ്. അതുപോലെ FIA ഹോൾഡിങ്സ് 11.08 നിന്ന് 11.09% ആയിട്ട് 11.39% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. റീറ്റെയിൽ ഹോൾഡിംഗ് 15.32 നിന്ന് 16.44 ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫിർമ SGS ടെക്നോളജി. ഈ ഒരു സ്റ്റോക്കാണ്. 6 മാസത്തിൽ 92% റിട്ടേൺസ്. FIA ഹോൾഡിങ്സ് 6.60% നിന്ന് 7.51% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ പ്രൈസ് 708 റുപ്പീസിൽ നിന്ന് 1360 ആയിട്ട് ഈ ഒരു സ്റ്റോക്കിന് വർദ്ധിച്ചിരിക്കുകയാണ്. ഓക്കെ. പിന്നെ ഇവരുടെ റീറ്റെയിൽ ഹോൾഡിങ്സ് 10.85 നിന്ന് 10.91% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് വരുന്നത് വീൽസ് ഇന്ത്യ. വീൽസ്
ഹാവൽസ് ഇന്ത്യ 89% ആണ് 6 മാസത്തിൽ റിട്ടേൺസ് വന്നിരിക്കുന്നത്. 781 റുപ്പീസിൽ നിന്ന് 1476 റുപ്പീസ് ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. 1.15% നിന്ന് 1.98% ആയിട്ട് FI ഹോൾഡിങ്സ് വർദ്ധിച്ചിരിക്കുന്നു. റീറ്റെയിൽ ഹോൾഡേഴ്സ് 16.15 നിന്ന് 17.12 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് വരുന്നത് അരവിന്ദ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കാണ് 79% ഇൻക്രീസ് ആയിരിക്കുകയാണ്. 6 മന്ത്സിൽ 300 റുപ്പീസിൽ നിന്ന് 536 വന്നിരിക്കുകയാണ്. 16.10% നിന്ന് 16.44% ആയിട്ട് FI ഹോൾഡിങ്സ് വർദ്ധിച്ചിരിക്കുന്നു. മാത്രമല്ല റീറ്റെയിൽ ഹോൾഡിങ്സും 12.96% നിന്ന് 13.04 ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. സൺസറ എഞ്ചിനീയറിംഗ് 3,219 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 75% ആണ് റിട്ടേൺസ് 6 മാസത്തിൽ തന്നിരിക്കുന്നത്. 1,841 റുപ്പീസിൽ നിന്നുമാണ് ഈ ഒരു 3,219 റുപ്പീസിൽ വന്നിരിക്കുന്നത്. പിന്നെ FI ഹോൾഡിങ്സ് നല്ല ഉയർന്നിരിക്കുകയാണ്. 18.79% നിന്ന് ഏകദേശം 21.52% ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. റീറ്റെയിൽ ഹോൾഡിങ്സ് FI 26 നോക്കിയാൽ 10.84% നിന്ന് 12.23% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. സോ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നിങ്ങൾ കൂടി എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ഈ സ്റ്റോക്ക്, ഇതിൽ ഒരു സ്റ്റോക്ക് പറയാൻ വിട്ടുപോയി, അത് രാഷ്ട്രീയ പെരിഫറൽസ്. ഓക്കെ, ഈ സ്റ്റോക്ക് ഇൻക്രീസ് ആയിരിക്കുകയാണ്. 734 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 100% റിട്ടേൺസ് ആണ് 6 മന്ത്സിൽ. 368 റുപ്പീസിൽ നിന്ന് 736 റുപ്പീസ് ആയിട്ട് ഓഹരിയുടെ വില മാറിയിട്ടുണ്ട്. FI ഹോൾഡിങ്സ് 0.78% നിന്ന് 3.27% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ റീറ്റെയിൽ ഹോൾഡിങ്സ് 10.24 നിന്ന് 12.13% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു 10 സ്റ്റോക്കുകളാണ് ബോത്ത് FIs ആൻഡ് റീറ്റെയിലേഴ്സ് ചേസ് ചെയ്തത്. 6 മാസത്തിൽ നല്ല റിട്ടേൺസ് വരുന്ന സ്റ്റോക്കുകളാണ്. ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേ ലിസ്റ്റില് ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് പറഞ്ഞിട്ട് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്ന കോൾസ് ലഭിക്കും. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.